Get set chat. Get set chat. വെൽക്കം ടു മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ് സെറ്റ് ചാറ്റ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത്തിരി ടെൻഷൻ അടിച്ചുകൊണ്ടാണ്. കാരണം ഇന്ന് ഇവിടെ എത്താൻ പോകുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത് വൺ മാൻ ഷോയുടെ ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹം ഈ വേദിയിലേക്ക് കയറി വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് മതി, നന്ദിനി വേണ്ട എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ പ്രശ്നമാവുമല്ലോ. പക്ഷേ നമ്മൾ അതിനൊന്നും ഒരു ചാൻസ് കൊടുക്കത്തില്ല. നമ്മൾ അദ്ദേഹം കയറി വരുമ്പോഴേ ചോദ്യശരങ്ങൾ അങ്ങോട്ട് പേയിച്ച് അദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെടുകയും അറിയുകയും ചെയ്യുന്നതായിരിക്കും. സോ ഈ ചിരിയുടെ ഉസ്താദിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് കലാഭവൻ പ്രജോദ്. Get set chat. Get set chat. Get set chat. വെൽക്കം ടു മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ് സെറ്റ് ചാറ്റ്. പ്രജോദ് ഏട്ടാ നമസ്കാരം. നമസ്കാരം. പ്രജോദ് ഏട്ടൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു ചിരി ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് കാരണം പ്രജോദ് ഏട്ടൻ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം നമുക്ക് കുറേ ചിരിക്കാനും കുറേ സന്തോഷിക്കാനും കുറേ എൻ്റർടൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്നത്തെ ചിരിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഇല്ലേ? എന്താണ്? ആക്ഷൻ ഹീറോ വിജയ് ഇങ്ങനെ തകർത്താളല്ലേ? അതിപ്പോൾ എന്താണ്, റിലീസായിട്ട് ഇപ്പോൾ 25 ദിവസം കഴിഞ്ഞു. 25 ദിവസം തകർത്ത ആടുന്ന ഒരു സിനിമയാണ്. പിന്നെ ആ സിനിമയിൽ അഭിനയിക്കാൻ, ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക എന്ന് പറഞ്ഞൊരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആ സിനിമയുടെ കഥ കേട്ടപ്പം ഇതിലേതാ കഥ എന്നൊന്ന് ചിന്തിച്ചോ ഫസ്റ്റ് കേട്ടപ്പോൾ? കാരണം ഒരു കഥ എന്ന് പറയാനായിട്ടില്ലല്ലോ, ഒത്തിരി കഥകൾ ഇങ്ങനെ ചേർന്ന് കഥകൾ. അതെ, അല്ല പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ ഷൈൻ എന്ന് പറയുന്ന ആൾ ഈ പടത്തെക്കുറിച്ച് പറയുമ്പോൾ, പിന്നെ ഷൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാകും എന്നുള്ളത് അറിയാം. അപ്പം ഈ സിനിമയിൽ വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന റിയലായിട്ടുള്ള കഥകളാണ് പറയുന്നത് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു വേറെ ട്രാക്കിലുള്ള പടമായിരിക്കും എന്ന് മനസ്സിലായി. അതുകൊണ്ട് വരെ നമുക്ക് എന്താ പറയുക, വലിയ ഈ ചേഞ്ച് ആയിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു നല്ല സിനിമ ചെയ്യാം. പക്ഷെ ചേട്ടൻ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മുടിയൊക്കെ ആകോട്ട് വെട്ടി ചേട്ടന്റെ ആ ഒരു മാസ്റ്റർ പീസ് സാധനമായ മുടി ഉണ്ടല്ലോ, അത് മുഴുവൻ പറ്റ വെട്ടിയല്ലോ. അല്ലാതെ 83 കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഷൈൻ പറഞ്ഞ ഇങ്ങനെ ഒരു കോൺസ്റ്റബിളിന്റെ വേഷമാണ്. പോലീസ് ഇത്ര ഗ്ലാമർ വേണ്ട. പോലീസ് ഇത്ര ഗ്ലാമർ വേണ്ട തന്നെ, ഗ്ലാമറിന്റെ അല്ല പറഞ്ഞ് ഈ എന്തെങ്കിലും ഒരു വ്യത്യസ്തത നമുക്ക് വേണം, കഥാപാത്രത്തിൽ കൊടുക്കണം. അപ്പോൾ മുടി മൊത്തം പറ്റയടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, മുടി പറ്റയടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നോക്കാം, ആലോചിക്കാം. അപ്പം തന്നെ നമ്മൾ ഈ മുടിയൊക്കെ പറ്റയടിച്ചു ആ സിനിമയിൽ വന്ന് അഭിനയിച്ചു. അപ്പം അങ്ങനെ കഥാപാത്രം കണ്ടപ്പോൾ ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു ആ സിനിമയിൽ. പെട്ടെന്ന് തന്നെ മുടി തിരിച്ചു വളർന്നല്ലോ, അത് വിഗാണോ? അല്ലല്ല, എല്ലാവരും ചോദിക്കും. കാരണം ഇത്ര ഗംഭീര മുടി, അതും പ്രചോദയേട്ടനെ കാണുന്ന സമയം തൊട്ട് ഇതുവരെ മുടി അതുപോലെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ വിശ്വസിക്കാനായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രചോദയേട്ടനെ കാണുന്നത് പ്രചോദയേട്ടൻ കുഞ്ഞായിരിക്കുന്ന സമയത്താണ്. ഞാനപ്പോൾ അതിലും കുഞ്ഞായിരുന്നു. പക്ഷെ പ്രചോദയേട്ടനെ ആ ഒരു സമയത്ത് കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. എനിക്കൊന്ന് കലാഭവനിലൊക്കെ കയറുന്നതിന് മുമ്പേ കോളേജ് ടൈമില്. അപ്പോൾ കോളേജ് ടൈമിലെ കഥകൾ പലതും എനിക്കറിയാവുന്ന പല കഥകളും ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. അതിലൊരു ഗംഭീര കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മഹാരാജാസിലെ കുട്ടികൾ, പ്രചോദയേട്ടൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ പാവാട എന്ന് പറയുന്ന സിനിമയിലെ ഡയറക്ടർ മിസ്റ്റർ മാർത്താണ്ഡൻ, ഡയറക്ടർ മാർത്താണ്ഡൻ സാർ, നിങ്ങളുടെ രണ്ടുപേരുടെയും വാലടിച്ചോണ്ട് പോയെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, വാലടിച്ചു പോയതല്ല. അപ്പോൾ അത് അന്ന് നമ്മൾ ഈ മഹാരാജ് കോളേജിൽ നിന്നൊരു വിളംബര ജാഥ പോലെ നമുക്ക് ഈ കലോത്സവം വരുമ്പോൾ ഒരു ജാഥ വരും കോളേജിൽ. അപ്പം നമ്മുടെ കോളേജ് വരുമ്പോൾ, നമ്മുടെ കോളേജ് എന്ന യൂണിയൻ വേറൊരു പാർട്ടിയായിരുന്നു. ഈ മഹാരാജ് കോളേജിൽ വരുന്ന യൂണിയനും വേറൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വന്നപ്പം കോളേജിൽ ചെറിയ രീതിയിൽ പടക്കം പൊട്ടിക്കും, അവരോട് ചില ദേഷ്യപ്പെടലുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ NSS കോളേജുകളുണ്ടാകും. അപ്പം ഞങ്ങളിങ്ങനെ, അപ്പോൾ അവർ നോക്കി വെച്ച ഒരാൾ യൂണിയൻ ഭാരവാഹി വന്നു എന്നിങ്ങനെ അവരിൽ എന്തോ ഒരു ഹിന്ദി, അല്ലല്ല എന്നോടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്ത് 2-3 പേര്, അതായത് ആ കോളേജിനകത്ത് ഇഷ്യൂ ഉണ്ടാക്കിയ 2-3 പേര് നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്നവരെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ കുറേ സാറുമാരൊക്കെ ഉണ്ടായിരുന്നു, രവി സാറ്, രാജീവ് സാറ്, അങ്ങനെ ഗീത ടീച്ചർ, കുറേ ടീച്ചർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. കാര്യം ചിലപ്പോൾ അടി ഉണ്ടാകാം, ഇടി ഉണ്ടാകാം. കലോത്സവത്തിൻ്റെ ആ സമയത്ത് നമ്മളിങ്ങനെ സ്കിറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കയറുന്നതിന് മുമ്പ് വാനരന്മാരായിട്ടാണ് അപ്പം കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ചെറിയ കമൻറ്റുകളും ഇവന്മാർ അവിടെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം കുപ്പായം കണ്ടില്ല, പിന്നെ അതിന് ശേഷം റൗണ്ട് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുപ്പായത്തിൻ്റെ വാലില്ല. പിന്നെ അങ്ങനെയൊക്കെ ഒരു പരിധി നിന്ന് കളിച്ചു.
വാലില്ലാതെ നിങ്ങൾ അന്ന് കയറി. പക്ഷേ വാലില്ലാതെ കയറിയെങ്കിലും നമുക്ക് ആ സ്കിറ്റിന് നമുക്ക് 3ാം സ്ഥാനം കിട്ടി. നമ്മളെല്ലാം തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടു, NSS കോളേജിന് 3ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് സമ്മാനം മേടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പാവം ജേക്കബ് എന്ന് പറഞ്ഞാലുണ്ടായിരുന്നു. ഇദ്ദേഹം സമ്മാനം പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഓടി ചെന്നു. പിന്നെ ഇദ്ദേഹത്തെ കാണുന്നത് അപ്പുറത്തെ മതിലൊക്കെ ചാടി പറന്നു പോകുന്നതാണ്. കാര്യം ഇവരെല്ലാം കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെ എടുത്തിട്ട് ഇടിച്ചു. അങ്ങനെ മാരാസിലെ പിള്ളേർ അങ്ങനൊരു വലിയ രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി പ്രചോദിയേട്ടൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് പ്രചോദിയേട്ടൻ്റെ ഈ പ്രചോദനം ഉണ്ടായത് എന്നുള്ള സത്യമാണോ? തീർച്ചയായും ചേട്ടന്റെ ഉള്ളിലെ കലാകാരൻ ഉയർത്തെഴുന്നേൽത്തത്. അല്ല, അവിടെയാണ് മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. 95 യൂണിവേഴ്സിറ്റിയിലായിരുന്നു മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ കലാഭവനിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കോളേജിലാണെങ്കിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയും അതുപോലെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പം കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്കൊരു മുൻപന്തിയിൽ നിൽക്കാനൊരു അവസരം കിട്ടിയെന്നുള്ളതാണ്. അന്നത്തെ മിമിക്രിയിലെ ലൈവായിട്ട് ചേട്ടൻ യുവജനോത്സവത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആണ് മിമിക്രി ചെയ്ത് ഫസ്റ്റ് മേടിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. കാര്യം അന്ന് മിമിക്രിക്ക് ഒരുപാട് പേരുണ്ടല്ലോ, ഈ ഒരു 80 പേരോളം മത്സരിക്കും. അപ്പം നമ്മൾ ഈ രാവിലെ മുതൽ അയ്യോ ഹാ എന്ന് പറഞ്ഞ് പല നടന്മാരുടെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇതൊരു 10-15 കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു വിരക്തിയാവും. അപ്പം മിമിക്രിക്ക് എപ്പോഴും മത്സരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും ഒരു 10 നമ്പറിന് മുമ്പ് നമുക്കൊരു ചെസ് നമ്പർ കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. കാര്യം അതിന് മുമ്പ് കിട്ടിയാൽ നമുക്കൊരു 10 കിട്ടുമ്പോൾ വരെ കൈയടിയായിരിക്കും. ഇത് കഴിഞ്ഞ് ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, കുറച്ച് പേര് കോട്ടുവായൊക്കെ എടുത്ത് ചില ആൾക്കാർ കൂവി തുടങ്ങും. അപ്പോൾ അന്നും ഭാഗ്യവശാൽ എനിക്ക് NSS ചങ്ങനാശ്ശേരിയിലായിരുന്നു. അപ്പോൾ അത് ഒരു 10ാമത് 8ാമത് അങ്ങാണ്ട് ഒരു ചെസ് നമ്പർ കിട്ടി. അങ്ങനെ അന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടി. മിമിക്രി, മോണോ ആക്ട്, നാടകം, മൈം, സ്കിറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയം ആകെ മൊത്തം ഒരു സർവകലാവല്ലഭന, ഒരു കലാകുസുമമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കുസുമം, വിടർന്ന ചിരിയോടുകൂടി ഇരിക്കുന്ന കലാകുസുമം. അതിനുശേഷം പാട്ട്, പിന്നെ പാട്ടില്ലായിരുന്നോ കോളേജിൽ വെച്ചിട്ട്? പാട്ടിനൊക്കെ കയറുമായിരുന്നോ? എല്ലാത്തിനും കയറുമായിരുന്നു. നമുക്കതിന് മടിയൊന്നുമില്ലല്ലോ, എല്ലാത്തിനും കയറും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന് പാട്ടൊന്നും കേട്ടിട്ടില്ല. ഞാൻ പാരഡി മാത്രമേ കേട്ടു. നന്നായി. അത്ര മോശമായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചേ, കോളേജ് ടൈമിൽ ചേട്ടന് ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഫാനൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ? ഓക്കെ. ചേട്ടന് കിട്ടിയ ലവ് ലെറ്റേഴ്സിനെ പറ്റിട്ട് പറയും. ലവ് ലെറ്റേഴ്സ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കലാകുസുമമായ പ്രചോദി ചേട്ടന്റെ പാട്ടിൽ ഞാൻ വീണുപോയി അങ്ങനെ വരാറുണ്ടോ? അങ്ങനൊന്നുമില്ല. അങ്ങനല്ല പറയാം. നമ്മളീ പറയുന്നത് കോളേജ് സമയത്തൊക്കെ പഞ്ചാര അടിക്കുന്ന പറയുന്ന പരിപാടിയില്ല, അതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. ചേട്ടന് കിട്ടിയത് എനിക്കും കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ രസകരമായിട്ടുള്ള കത്തുകളുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കത്തുകളുണ്ട് എല്ലാം. അത് എന്താ അങ്ങനെ കത്തയച്ച ഒരു കുട്ടിയാണോ ചേട്ടൻ പിന്നീട് കിട്ടിയത്? അതെ, അങ്ങനെ കത്തയച്ച കോളേജ് സമയത്താ? അല്ല, ആരാധികയല്ല. അതെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവിടെ PGക്ക് വരുന്ന ഒരു കുട്ടിയായിരുന്നു. അതാണ് വൈഫ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട്. കാര്യം ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ. കാര്യം നമ്മുടെ രാഷ്ട്രീയവും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ തപ്പിയില്ലേ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണമെന്നില്ലല്ലോ പറയുന്നത് ആൾക്കാരെ. അതെയോ? പിന്നെ രാഷ്ട്രീയം ഒക്കെ. അപ്പൊ ഈ കോളേജ് വെച്ചൊക്കെ ഇഷ്ടംപോലെ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ. അപ്പൊ പിന്നെ ഈ പോലീസുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതൊക്കെ ആ സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇഷ്ടംപോലെ പോലീസുകാരെ കണ്ടിട്ട്. ഓക്കെ, ഒരു 2-3 പോലീസ് എൻകൗണ്ടേഴ്സ് പറയും ചേട്ടന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. അല്ല, പോലീസ് ഞാൻ ക്യാമ്പസ് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കലാഭവനിലുള്ള സമയത്ത്, അപ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരിയിലെ വീടായതുകൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ ആലപ്പുഴ എന്ന് പറയുന്ന അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്ഥിരമായിട്ട് പോലീസ് ചെക്കിങ് ഉള്ളൊരു സമയമാണ്. അപ്പം നമ്മൾ ഒരു ദിവസം വന്നപ്പോൾ ഹർത്താലാണ്. അതായത് 12 മണി കഴിഞ്ഞാൽ അന്ന് ഈ 6 മണി to 6 മണി അല്ല ഹർത്താൽ, രാത്രി 12 മണി തുടങ്ങി പിറ്റേ ദിവസം 12 മണി ഹർത്താൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി നടന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്ന ജംഗ്ഷനായി, അതായത് ചങ്ങനാശ്ശേരി എത്തി. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ആലപ്പുഴയിൽ നിന്ന് നടന്ന് വന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ പോലീസ് ഇപ്പോൾ നേരെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി. എടാ എന്ന് ചോദിച്ചു. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ വാക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ കൂട്ടം നിൽക്കുന്നത്, സാറേ ആലപ്പുഴയിൽ ഒരു മരണം നടന്നു, അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോകാൻ നിൽക്കുകയെന്ന് പറഞ്ഞു. നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് ചങ്ങനാശ്ശേരി കയറാൻ വണ്ടിയിൽ നിന്ന് പറഞ്ഞു. നേരെ വണ്ടി കയറ്റി വീണ്ടും ആലപ്പുഴ. പിന്നെ ആലപ്പുഴയിൽ നമ്മൾ നടക്കുകയായിരുന്നു. അതായിരുന്നു. അപ്പോൾ അതെനിക്ക് അപ്പോൾ വിളിച്ചാൽ നമ്മൾ ഈ പോലീസുകാരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ എനിക്ക് പറയുന്ന പോലീസുകാരുടെ ഒരു രീതികളും സംസാരങ്ങളൊക്കെ എപ്പോഴും ഞാനിങ്ങനെ വാച്ച് ചെയ്യും. പക്ഷേ ഈ ആക്ഷൻ ഹീറോ ബിജു കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ തോന്നുന്ന ഒരു പേടിയുണ്ടല്ലോ, അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ
പോലീസുകാർ എത്ര നല്ല മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അവരോടുള്ള ആ ഒരു പേടിയുള്ളൂ. അതിനകത്ത് 2 ചേച്ചിമാര് പറയുന്നുണ്ടല്ലോ, അവർക്ക് ആ പേടിയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ ഉള്ളത് അതങ്ങ് മാറിപ്പോക്കോളൂ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. ചേട്ടൻ പക്ഷേ പോലീസ് റോൾ ചെയ്യുന്ന ഇത് ആദ്യമായിട്ടല്ലോ. അല്ല, ഞാൻ ഇതിനു മുമ്പ് മണിച്ചേട്ടൻ ഒരു പടം ചെയ്തായിരുന്നു, അത് പോലീസ് വേഷം. അതൊരു 2-3 സീൻ മാത്രമേ ഉള്ളായിരുന്നു. ഇതാണ് ശരിക്കും ത്രൂ ഔട്ട് ഒരു പോലീസ് വേഷം ചെയ്യുന്നത് ഈ പടമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ കോളേജ് ലെവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കലാഭവനിലെത്തി. കലാഭവനിൽ എങ്ങനെയാ എത്തിയത്? ഇത് കണ്ടുപിടിച്ചതാണോ? കലാഭവനിൽ എത്തിയത് ശരിക്കും മണിച്ചേട്ടനാണ് അതിനൊരു പ്രചോദനം ഉണ്ടായത്. അതായത് മണിച്ചേട്ടൻ ഇവരുടെ ഒരു ഗ്യാങ് പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഏറ്റുമാനൊരു പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ പരിചയപ്പെട്ട ചേട്ടാ, ഞാനിങ്ങനെ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു മിമിക്രി കൊണ്ട്, അപ്പോൾ നിൻ്റെ നമ്പരും അഡ്രസ്സും ഇങ്ങനെ തരാൻ പറഞ്ഞു. അങ്ങനെ മണിച്ചേട്ടനാണ് നേരെ കൊണ്ട് കലാഭവനിൽ എൻ്റെ അഡ്രസ്സും കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഈ ബാച്ച് മുഴുവൻ പോവുകയാണ്, അപ്പോൾ ചിലപ്പോൾ അടുത്തൊരു ബാച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കയറാൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കലാഭവനിൽ പിന്നെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെ സെലക്ഷൻ കിട്ടുകയാണ് കലാഭവനിൽ. അവിടുത്തെ കലാഭവനിലെ ഇൻ്റർവ്യൂ എങ്ങനെയാണ്? കലാഭവനിലെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആബേലച്ചനാണ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് ആബേലച്ചൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ആബേലച്ചൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, നമ്മൾ എത്ര കോമഡി പറഞ്ഞാലും ഇങ്ങനെ ഷോൾഡർ അനങ്ങത്തുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അന്ന് നമ്മൾ ചെന്നപ്പോൾ ഒരു 140 പേരോളം ഉണ്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഈ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, 1 മാൻ ഷോ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ പാട്ടറിയാമോ, ഡാൻസ് അറിയാമോ, എല്ലാ കാര്യങ്ങളും ചോദിക്കും. അതിൽ നിന്ന് 6 പേരെ അന്ന് സെലക്ട് ചെയ്തു. ആ 6 പേരിൽ നമുക്കും ഒരാളാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അല്ല, ഞാൻ എപ്പോഴും ആബേലച്ചൻ്റെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആബേലച്ചൻ്റെ കലാഭവൻ തുടങ്ങിയത് ആദ്യം ഡിവോഷണൽ സോങ്സ് ആയിരുന്നു, പിന്നീട് ഞാൻ ആലോചിക്കുന്ന ഒരു അച്ഛൻ എങ്ങനെയാണ് ഈ മിമിക്രി അല്ലെങ്കിൽ ഈ മിമിക്സ് പരേഡ് അതിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി, അതിനൊരു മുൻകൈ എടുത്തത്? ആ കഥ അറിയാവോ? അത് എങ്ങനെയാണ് മിമിക്സ് പരേഡ് അതിലേക്ക് വന്നത്? അല്ല, അച്ഛന് നേരത്തെ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ട്രൂപ്പ് അച്ഛൻ വേറൊരു സഭയുടെ രീതിയിലായിരുന്നു തുടങ്ങിയിരുന്നത്. അതിനുശേഷമാണ് അച്ഛൻ കലാഭവൻ വരുന്നത് തുടങ്ങുന്നത്. അപ്പോൾ ഗാനമേളയായിരുന്നു ആദ്യം. അപ്പോൾ ഗാനമേളയ്ക്ക് ഇടയ്ക്ക് 3 പേരുടെ മിമിക്രി, സ്റ്റാൻഡപ്പ് മിമിക്രി ആയിരുന്നു. അതിനുശേഷമാണ് മിമിക്സ് പരേഡ്. അപ്പോൾ അത് വിജയിച്ചപ്പോഴാണ് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങുന്നത് ആബേലച്ചൻ്റെ. അപ്പോൾ അങ്ങനെ ആ മിമിക്സ് പരേഡ് എന്ന ട്രൂപ്പിലുണ്ട് ജയറാമേട്ടനും ഇവരെല്ലാവരും ഫസ്റ്റ് ബാച്ച്. ഫസ്റ്റ് അല്ല, അതിന് മുമ്പ് ഒരു ബാച്ച് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മൾ കാണാൻ തുടങ്ങിയ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ജയറാമേട്ടനൊക്കെ ഉള്ളൊരു ബാച്ചായിരുന്നു.